ജപ്പാന്റെ സ്വകാര്യ ചാന്ദ്രദൗത്യമായ റെസിലിയൻസ് പരാജയപ്പെട്ടു. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ജപ്പാന്റെ ദൗത്യം പരാജയപ്പെടുന്നത്. റെസിലിയൻസ് ഹാർഡ് ലാൻഡിംഗ് നടത്തി ഇടിച്ചിറങ്ങുകയായിരുന്നു എന്ന് ജപ്പാൻ സ്ഥിരീകരിച്ചു. ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ഐസ്പേസ് ആണ് റെസിലിയൻസ് ചാന്ദ്രദൗത്യം നടത്തിയിരുന്നത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള കമ്പനിയുടെ രണ്ടാമത്തെ ശ്രമമായിരുന്നു ഇത്. ദൗത്യത്തിന്റെ വിക്ഷേപണം വിജയകരമായി നടത്തിയെങ്കിലും ഇന്ന് ജപ്പാൻ സമയം പുലർച്ചെ 4:17 റെസിലിയൻസ് ചന്ദ്രനിൽ ഹാർഡ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ദൗത്യം പരാജയപ്പെട്ടതായി ഐസ്പേസ് പ്രഖ്യാപിച്ചു. ചന്ദ്രന്റെ സമീപഭാഗത്തുള്ള മേർ ഫ്രിഗോറിസ് അഥവാ തണുത്ത കടൽ മേഖലയിൽ ഒരു സോഫ്റ്റ് ടച്ച് ഔട്ട് നടത്താനാണ് ഐസ്പേസ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഷെഡ്യൂൾ ചെയ്ത ടച്ച് ഔട്ടിന് 1 മിനിറ്റും 45 സെക്കൻഡും മുമ്പ് ലാൻഡിൽ നിന്നുള്ള ടെലിമെട്രി നിലച്ചതായി കമ്പനി വ്യക്തമാക്കി. 2023 ഏപ്രിലിൽ ഐസ്പേസ് നടത്തിയ ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ശ്രമവും ഇതേ രീതിയിൽ ഹാർഡ് ലാൻഡിംഗ് നടത്തി ഇടിച്ചിറക്കുകയായിരുന്നു. അതേസമയം ജനുവരിയിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റാണ് റെസിലിയൻസ് പേടകത്തെ ഭൂമിയിലെ ഭ്രമണപഥത്തിലെത്തിച്ചത്. തുടർന്ന് 4.5 മാസത്തിലേറെയായി യാത്ര ചെയ്താണ് ചാന്ദ്രവലയത്തിലെത്തിയത്. ചാന്ദ്രപ്രതലത്തിൽ 100 കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് പേടകം എത്തി. രാത്രി 11:55 പ്രധാന എഞ്ചിൻ ജ്വലിപ്പിച്ച് പദം താഴ്ത്തൽ തുടങ്ങി. പൂർണ്ണമായി സ്വയം നിയന്ത്രിത സംവിധാനത്തിലാണ് തുടർന്ന് പേടകം പ്രവർത്തിച്ചത്. 6 ഘട്ടങ്ങളിലായി വേഗം കുറച്ച് പേടകത്തെ തണുത്ത കടലെന്നറിയപ്പെടുന്ന സമതലത്തിൽ ഇറക്കുകയായിരുന്നു ലക്ഷ്യം. 4 ഘട്ടം വരെ സുഗമമായി പ്രവർത്തിച്ചു. ചാന്ദ്രപ്രതലത്തിന് 5 കിലോമീറ്റർ മുകളിൽ എത്തിയതോടെയാണ് ലാൻഡറുമായുള്ള ബന്ധം നഷ്ടമായത്. 340 കിലോഗ്രാമുള്ള ലാൻഡറിന് 2.5 മീറ്റർ ഉയരമുണ്ട്. ക്യാമറയടക്കം 3 പരീക്ഷണ ഉപകരണങ്ങളുമുണ്ട്. 2 ആഴ്ച ചാന്ദ്രപ്രതലത്തിൽ പര്യവേഷണം നടത്തുകയായിരുന്നു ദൗത്യം. ജപ്പാനിലെ സ്വകാര്യ കമ്പനിയായ ഐസ്പേസ് ആണ് പേടകം വികസിപ്പിച്ചത്. മുമ്പ് ഇവർ അയച്ച ലാൻഡർ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി തകർന്നിരുന്നു. ജപ്പാൻ 2024 അയച്ച സ്ലിം പേടകം ചന്ദ്രനിൽ ഇറങ്ങിയെങ്കിലും തകരാറിനെ തുടർന്ന് പ്രവർത്തിച്ചില്ല. കൂടാതെ ഇന്ത്യയുടെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിജയകരമായതിന് പിന്നാലെയായിരുന്നു ജപ്പാന്റെ ആദ്യ ചാന്ദ്രയാൻ ശ്രമം. ജപ്പാന്റെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ആദ്യമായി ചന്ദ്രനിൽ പേടകം ഇറക്കാനൊരുങ്ങിയത്. ഇതിനു മുമ്പ് ജപ്പാനിൽ നിന്ന് ലാൻഡിംഗ് ദൗത്യം വിക്ഷേപിച്ചിരുന്നുവെങ്കിലും ഒരു സ്വകാര്യ ജാപ്പനീസ് കമ്പനിയാണ് മെയ്യിൽ ആ വിക്ഷേപം നടത്തിയത്. ഈ ശ്രമം പക്ഷേ പരാജയമായിരുന്നു. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അഥവാ സ്ലിം എന്ന ചെറിയ പേടകമാണ് ജാക്സ വിക്ഷേപിച്ചത്. 200 കിലോഗ്രാമാണ് ഭാരം. ചന്ദ്രയാൻ 3 ലാൻഡർ മൊഡ്യൂളിന് 1750 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. തിരഞ്ഞെടുത്ത മേഖലയിൽ കൃത്യമായി ലാൻഡ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം. ചന്ദ്രനിൽ എളുപ്പമുള്ള സ്ഥലത്ത് ഇറങ്ങുന്നതിന് പകരം എവിടെ വേണമെങ്കിലും ഇറങ്ങാനാകുന്ന പിൻ പോയിന്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യയാണ് ജപ്പാൻ പരീക്ഷിച്ചത്. തിരഞ്ഞെടുത്ത സ്ഥലത്തിൽ 100 മീറ്റർ പരിധിയിൽ പേടകം ഇറക്കാനാണ് ശ്രമിക്കുകയും ചെയ്തത്. ഈ ലാൻഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മറ്റ് ഗ്രഹങ്ങളിലും ലാൻഡിംഗ് സാധ്യമാകുമെന്നും ജപ്പാൻ പറയുകയുണ്ടായി. ഷിയോലി എന്ന ഒരു ചെറിയ ഗർത്തത്തിനരികിലുള്ള ചരിഞ്ഞ പ്രദേശത്താണ് ജപ്പാൻ സ്ലിം പേടകം ഇറക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഏകദേശം 15 ഡിഗ്രിയോളം ചെരിവുള്ളതാണ് ഈ പ്രദേശം. ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന രീതി ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ജാക്സ് പറഞ്ഞിരുന്നു. ചെരിഞ്ഞ പ്രദേശത്ത് ഇറങ്ങുന്നതിനാൽ വ്യത്യസ്തമായ രീതിയാണ് ജാക്സ അവലംബിക്കുന്നത്. 2 സ്റ്റെപ്പ് ലാൻഡിംഗ് മെത്തേഡ് എന്ന് ഇതിന് വിളിക്കുന്നു. പ്രധാന ലാൻഡിംഗ് ഉപകരണമാണ് ആദ്യം നിലത്തിറങ്ങുക. ശേഷം അവ തിരികെയും പേടകത്തെ ഉറപ്പിക്കുകയും ചെയ്യും. റോക്കറ്റ് ഉപയോഗിച്ച് നേരിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നതിന് പകരം ചന്ദ്രയാൻ 3 പോലെ വ്യത്യസ്തമായ സഞ്ചാരപഥമാണ് സ്ലിം തിരഞ്ഞെടുത്തത്. എന്നാൽ ചന്ദ്രയാൻ 40 ദിവസം കൊണ്ട് ചന്ദ്രനിൽ എത്തിയിരുന്നുവെങ്കിലും സ്ലിം 4 മാസത്തോളം സമയമെടുത്താണ് ചന്ദ്രനെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ എത്തിയത്. 1 മാസത്തോളം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചെലവഴിച്ചതിനു ശേഷമാണ് പേടകം ലാൻഡിംഗ് ശ്രമിക്കുക എന്നുമാണ് ജപ്പാൻ പരാമർശം നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് എല്ലാം പരാജയത്തിലാണ് അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.